നമസ്കാരം. കേൾക്കുമ്പോൾ വലിയ സന്തോഷം തോന്നുന്ന ഒരു കരച്ചിൽ അങ്ങ് പാകിസ്ഥാനിൽ നിന്ന് കേട്ടു. നമുക്ക് ഒന്ന് ആ കരച്ചിലൊന്ന് കേട്ടതിന് ശേഷം മടങ്ങി വരാം. हिंदुस्तान की खुफिया एजेंसीज ने उसको यहाँ आजाद कश्मीर के अंदर भी अमन और चैन से नहीं रहने दिया. अपने जर खरीद एजेंटों के जरिए से उसको यहाँ पर शहीद किया गया. ये पहला वाकया नहीं है. गुज़श्ता 3-4 सालों के अंदर 30 से ज्यादा वाकयात हो चुके हैं कि हमारे भाइयों को शहीद किया गया. किसी को पेशावर में, किसी को कराची में, किसी को पिंडी में, किसी को रावलाकोट में. കേട്ടില്ലേ? ഇതാണ്, അതായത് പാകിസ്ഥാനിലെ ലഷ്കർ ഇ തോയ്ബയുടെ ടോപ്പ് കമാൻഡറായ റിസ്വാൻ ഹനീഫ് അയാളിപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ്, കഴിഞ്ഞ 4 വർഷമായിട്ട് ഇന്ത്യൻ സൈനികരാൽ, അതായത് ഇന്ത്യയിൽ നിന്നുള്ള സൈന്യത്തിൻ്റെ അറ്റാക്ക് കാരണം അവരുടെ 30ഓളം ഭീകരവാദികളെയാണ് നഷ്ടപ്പെട്ടത് എന്ന്, അവരുടെ പ്രവർത്തകരെ നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. പ്രവർത്തനം വളരെ വലിയ പ്രവർത്തനമാണ്, ലോക സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണല്ലോ. ഒന്നാന്തരം ഭീകരവാദികളെ ഇന്ത്യ തട്ടി എന്ന രീതിയിൽ കരഞ്ഞ് മെഴുകുകയാണ് ഈ ഭീകരവാദി. കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങൾക്ക് മുന്നെയാണ് ഹഫീസ് സയ്യിദിനെയും അദ്ദേഹത്തിൻ്റെ ഫാമിലിയെയും ഒക്കെ ഇന്ത്യ തകർത്തെറിഞ്ഞു കഴിഞ്ഞു, വളരെ സങ്കടകരമായ കാഴ്ചയെന്ന് പറഞ്ഞുകൊണ്ട് നെഞ്ചത്തടിച്ച് മറ്റൊരു ഭീകരവാദി കിടന്ന് തലമുറയിട്ട് കരയുന്നത് നമ്മളെല്ലാവരും കണ്ടത്. എന്തായാലും ഇതാദ്യമായിട്ടാണ് ഒരു പൊതുമധ്യത്തിൽ വന്നിരുന്നുകൊണ്ട് ഞങ്ങളുടെ 30ഓളം ഭീകരവാദികളെ ഇന്ത്യ തട്ടി എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നത്. പക്ഷേ ആ അജ്ഞാതരാൽ കൊല്ലപ്പെട്ട ഭീകരവാദികളുടെ മുഴുവൻ ഉത്തരവാദിത്വം ഇന്ത്യ ഇതുവരെയ്ക്കും ഏറ്റെടുത്തിട്ടില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ പെപ്പെ എസ്കോബാർ എന്ന ബ്രസീലിയൻ ജേർണലിസ്റ്റ് പറയുകയുണ്ടായി, മൊസാദാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്ന്. എന്തായാലും അജ്ഞാതർ ഭീകരവാദികളെ ഇനിയും തട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഈ ഭീകരവാദികളെ കൊണ്ട് ചെറുതൊന്നുമല്ല ലോകത്തിനുണ്ടാകുന്ന ദോഷം. അത് ഇന്ത്യക്കായിക്കോട്ടെ, അതോടൊപ്പം തന്നെ ഇസ്രായേലിനായിക്കോട്ടെ, ഇവർക്കെല്ലാവർക്കും തന്നെ വലിയ ദോഷമാണ് ഈ ഭീകരവാദികളെ കൊണ്ട് ഉണ്ടായത്. കഴിഞ്ഞ ഈ പഹൽഗാം, ഏറ്റവും അവസാനമായിട്ട് പഹൽഗാം ഭീകരാക്രമണം അവർ ലക്ഷ്യം വെച്ചത് തന്നെ നമ്മുടെ ഇടയിൽ ഒരു വർഗീയ കലാപം നടത്തുക എന്ന ഒരു ലക്ഷ്യത്തോടുണ്ട്. പക്ഷേ അത് പാളിപ്പോയി. അതേ മോഡലിൽ പല തരത്തിലുള്ള ആക്രമണങ്ങളും ഇന്ത്യക്കകത്ത് തന്നെ നടന്നു. ഒരു ലോൺ വുൾഫ് അറ്റാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് മുംബൈയിൽ നടത്തിയ ആക്രമണവും ഇതേ രീതിയിലുള്ള ഒരു ആക്രമണം തന്നെയാണ്. പക്ഷേ അത് പാകിസ്ഥാൻ ഭീകരവാദിയാണ് ആ ആക്രമണം നടത്തിയെന്ന് വ്യക്തമായ തെളിവൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇന്ത്യ തിരിച്ചൊരാക്രമണം നടത്താത്തത്. പഹൽഗാമിൽ നമ്മൾ നൽകിയ തിരിച്ചടി ഒരു കാരണവശാലും പാകിസ്ഥാൻ മറക്കാനിടയില്ല. നമുക്ക് ആ ഓപ്പറേഷൻ സിന്ധൂർ കൊണ്ട് ലാഭം മാത്രമേ ഉണ്ടായുള്ളൂ. ഇന്ത്യയുടെ ക്രൂയിസ് മിസൈലായ ബ്രഹ്മോസ് അവരുടെ കിരാന കുന്നുകളിൽ ശേഖരിച്ചു വച്ചിരുന്ന സമ്പുഷ്ടീകരിച്ച യുറേനിയത്തെ മുഴുവൻ നശിപ്പിച്ച് കളയുകയായിരുന്നു. അതായത് അവരുടെ വാർഹെഡ്സ് അടക്കം നശിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ചില വിശ്വസനീയമായ രേഖകളിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതോടുകൂടിയാണ് പാകിസ്ഥാൻ കരഞ്ഞു മെഴുകിയത്. ഇനി പാകിസ്ഥാൻ്റെ പക്കൽ പ്രത്യേകിച്ച് അണ്വായുധങ്ങളൊന്നും ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ തന്നെ പാകിസ്ഥാൻ്റെ കയ്യിൽ പാകിസ്ഥാൻ്റേതായ അണ്വായുധങ്ങളൊന്നുമില്ല. അത് അമേരിക്ക കൊടുത്ത അണ്വായുധങ്ങളാണ്. സ്വതന്ത്രമായി അത് പാകിസ്ഥാൻ ഉപയോഗിക്കുന്നതിനും കുറച്ച് കഷ്ടപ്പെടും എന്നുള്ളതാണ്. അമേരിക്ക ഈ 1-2-3 എഗ്രിമെൻറ്റിൽ ഇപ്പോൾ സൗദിയുമായിട്ടൊക്കെ നടത്തുവാൻ തയ്യാറാകുന്ന തരത്തിലുള്ള ഒരു 1-2-3 എഗ്രിമെൻറ്റ്, ആ 1-2-3 എഗ്രിമെൻറ്റ് പ്രകാരം അമേരിക്ക തന്നെ ന്യൂക്ലിയർ റിയാക്ടറും സമ്പുഷ്ടീകരിച്ച ന്യൂക്ലിയർ റിയാക്ടറും അതോടൊപ്പം തന്നെ യുറേനിയം നൽകും. അതേ രീതിയിൽ പാകിസ്ഥാനും യുറേനിയം നൽകിയിട്ടുണ്ടായിരുന്നു മുന്നേ. അങ്ങനെയാണ്, അതിൽ നിന്നാണ് പിന്നീട് പാകിസ്ഥാൻ ഈ അണ്വായുധം ഉണ്ടാക്കുന്നത്. യഥാർത്ഥത്തിൽ അത് അമേരിക്ക കൊടുത്ത സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാൻ നിർമ്മിച്ചെടുത്തത് തന്നെയാണ്. അപ്പോൾ അമേരിക്ക നൽകിയ ആ അണ്വായുധ ശേഷി എല്ലാം തന്നെ ഇന്ത്യ ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലിനാൽ തകർത്തു കളഞ്ഞ് പാകിസ്ഥാനെ നിഷ്പ്രഭമാക്കുകയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് പാകിസ്ഥാൻ ഒരു രക്ഷയുമില്ലാതായപ്പോൾ ട്രംപിൻ്റെ കാൽക്കൽ വീണിട്ട് എമ്മാരെല്ലാവരും കൂടി ഞങ്ങളെ തച്ചു തകർക്കാൻ പോകണേ, ഞങ്ങളിനി ഭൂമുഖത്ത് തന്നെ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല, ആ രീതിയിലുള്ള ആക്രമണമാണ് ഇന്ത്യ ഇപ്പോൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എങ്ങനെയെങ്കിലും ഞങ്ങളെ വന്ന് രക്ഷപ്പെടുത്തണം എന്ന് പാകിസ്ഥാൻ കരഞ്ഞ് കാലു പിടിച്ചു. വസീം മുനീർ കരഞ്ഞ് കാലു കഴിഞ്ഞതിന് ശേഷമാണ് ട്രംപ് ഇങ്ങോട്ട് വന്നൊരു സമാധാന ചർച്ചയുമായി ബന്ധപ്പെടുത്തി വന്നത്. അപ്പോൾ തന്നെ ഇന്ത്യ മടക്കി അയക്കുകയുണ്ടായി. കാരണം ഒരു മൂന്നാമത്തെ കക്ഷിക്ക് ഇതിൽ യാതൊരു സാധ്യതയുമില്ല. ഞങ്ങൾ പാകിസ്ഥാനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പാകിസ്ഥാനുമായി സംസാരിച്ച് തീർത്തുകൊള്ളാം എന്ന് ട്രംപിനോട് പറഞ്ഞ് മടക്കി അയക്കുകയായിരുന്നു. അതിനുശേഷം പാകിസ്ഥാനുമായി ചർച്ച നടത്തുകയും ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിക്കുകയുമായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ താത്കാലികമായി അവസാനിപ്പിച്ചു എന്ന് പറയുന്നതാകും ശരി. ഓപ്പറേഷൻ സിന്ദൂർ പൂർണ്ണമായും അവസാനിപ്പിച്ചിട്ടില്ല. ഇനിയൊരു ആക്രമണം പാകിസ്ഥാൻ്റെ ഭാഗത്ത്
ഭാഗത്തുനിന്ന് ഏതെങ്കിലും ഒരു രീതിയിൽ, അത് പാകിസ്ഥാൻ തീറ്റിപ്പോറ്റുന്ന ഭീകരവാദികളുടെ രൂപത്തിലായിക്കോട്ടെ, പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ രൂപത്തിലായിക്കോട്ടെ, ഏതെങ്കിലും ഒരു ആക്രമണം അതിർത്തി കടന്നെത്തുകയാണെങ്കിൽ തീർച്ചയായും ഇന്ത്യ തിരിച്ചടിക്കും. അത് ശക്തമായ തിരിച്ചടി തന്നെ ആയിരിക്കും എന്ന തരത്തിൽ തന്നെയാണ് പാകിസ്ഥാനെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ ബലൂചിസ്ഥാൻ സ്വതന്ത്രമായി ഓഗസ്റ്റ് 11 അവർ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പുതിയ ഒരു രാഷ്ട്രമായി മാറുന്നു എന്ന തരത്തിലാണ് നമുക്ക് വിവരങ്ങൾ ലഭ്യമാകുന്നത്. അതോടുകൂടി ഓഗസ്റ്റ് 11 ബലൂചിസ്ഥാൻ മറ്റൊരു രാജ്യമായി മാറും. അങ്ങനെ പാകിസ്ഥാൻ കൈയടക്കി വെച്ചിരുന്ന ഓരോ പ്രദേശങ്ങളും പുതിയ രാജ്യങ്ങളാകാൻ പോവുകയാണ്. പാകിസ്ഥാൻ ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് വരുന്നുണ്ട്. എന്നാൽ പൂർണ്ണമായും അത് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നറിയില്ല. ഇതിൻ്റെ ആഘാതം ഇനിയേ പാകിസ്ഥാൻ മനസ്സിലാകുള്ളൂ. ഇന്ത്യ ചൊറിഞ്ഞതിൻ്റെ ഫലമായിട്ട് ഇനിയൊരു ആക്രമണം ഇന്ത്യക്ക് നേരെ ഡയറക്റ്റ് തന്നെ നടത്തിയാൽ പൂർണ്ണമായും പാകിസ്ഥാൻ ഛിന്നഭിന്നമാകും. ഇപ്പോൾ ബലൂചിസ്ഥാൻ സെപ്പറേറ്റ് ആയതുപോലെ തന്നെ POK ഇന്ത്യ ഇങ്ങ് തിരിച്ചെടുക്കും. സിന്ധിൽ ഇതിനോടകം തന്നെ വലിയ പ്രശ്നങ്ങൾ നടന്നു കഴിഞ്ഞു. സിന്ധും സെപ്പറേറ്റ് ആകാൻ പോകുന്നു. പഞ്ചാബ് പ്രവിശ്യ മാത്രമാണ് ഇനി പാകിസ്ഥാൻ്റെ ഭാഗത്തേക്ക്, പാകിസ്ഥാൻ്റെ സ്വന്തമായിട്ട് ഉണ്ടാകുവാൻ പോകുന്ന, അതും ഏറെക്കുറെ അസ്തമിക്കുന്ന, അതും ഏറെക്കുറെ ഇല്ലാതാകുന്ന ഒരു രീതിയിലാണ് കാര്യങ്ങൾ. ഇപ്പോൾ അത് പേടിച്ചിട്ടാണ് അവർ പല പ്രദേശങ്ങൾക്കും സ്വാതന്ത്ര്യത്തിന് മുമ്പേ ഉള്ള പേരുകൾ കൊടുക്കുവാൻ പോലും തയ്യാറായിട്ടുള്ളത്. അതും ഭാരതത്തിൻ്റെതായ തനത് നാമങ്ങൾ അസീം മുനീറിൻ്റെ നേതൃത്വത്തിലാണ് അത് കൊടുത്തത് എന്നുകൂടി നമ്മൾ ഓർക്കുമ്പോഴാണ് അവർ എത്രത്തോളം ഭാരതത്തെ ഭയക്കുന്നു എന്ന് മനസ്സിലാകുന്നത്. പൊടുന്നനെ ആ പേരുകൾ, അതായത് സ്വാതന്ത്ര്യത്തിന് മുന്നേ ഉള്ള പേരുകൾ, കിഷൻപൂർ പോലുള്ള പേരുകൾ കൊടുക്കുന്നതിന് വളരെ വ്യക്തമായ കാരണമുണ്ട്. ഇനി പഞ്ചാബും കൂടി നഷ്ടപ്പെട്ട് പാകിസ്ഥാൻ എന്ന രാജ്യം ചരിത്രത്തിൻ്റെ ഭാഗമായി മാറുന്ന ഒരവസ്ഥയുണ്ടാകരുത്. എന്തെങ്കിലും ഒരു ചെറിയ പ്രദേശമെങ്കിലും ഞങ്ങളുടെ ഭാഗത്തിരിക്കണം എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള നാമകരണമൊക്കെ അവർ ചെയ്തിരിക്കുന്നത്. എന്തായാലും പാകിസ്ഥാൻ വിറച്ചിരിക്കുകയാണ്. അവർക്കിനി ഒന്നും ചെയ്യാനില്ല എന്നറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഭീകരവാദികൾ തന്നെ പൊതുമധ്യത്തിൽ വന്നിരുന്നു കൊണ്ട് പറയുന്നത് ഇന്ത്യ അവരെ തകർത്തെറിയുകയാണ്. 30 അല്ല 300 അല്ല, ഇനി എത്രത്തോളം ഭീകരവാദികളെ തകർക്കാനുണ്ടോ അതും തകർക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് 30 ലഷ്കർ ഇ തൊയ്ബ ഭീകരവാദികളെയാണ് ഇന്ത്യ കൊന്നത് എന്നതാണ്. എന്തായാലും ഭീകരവാദികൾ മരണപ്പെട്ടു കഴിഞ്ഞു എന്ന് അവർ പറയുന്നുണ്ട്. അത് ഇന്ത്യ ആണെങ്കിലും അതല്ല മൊസാദ് ആണെങ്കിലും ഇനി പാകിസ്ഥാനിലെ ഒരു ഭീകരവാദിയും അവിടെ കാണില്ല. ഇന്ത്യക്കെതിരെ ആക്രമണത്തിന് തുനിഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായും ഛിന്ന ഭിന്നമാക്കുവാൻ തന്നെയാണ് ഇന്ത്യ തയ്യാറെടുത്ത് നിൽക്കുന്നത്.